UP-യിൽ കരളിനകത്ത് പ്രഗ്നൻസി വളർന്നു. ഈ വാർത്തയ്ക്ക് താഴെ മലയാളികൾ ഇട്ട കമന്റ്സ് കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു തമാശ അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് ഒക്കെ ആണെന്ന് കരുതിയെന്ന്. എന്നല്ല കേട്ടോ, ഇതാണ് ഹെപ്പാറ്റിക് എക്ടോപിക് പ്രഗ്നൻസി, വളരെ റെയർ ആയിട്ട് കാണപ്പെടുന്ന അബ്ഡോമിനൽ പ്രഗ്നൻസിയിൽ ഒന്ന്. മാത്രമല്ല, കൗതുകമായിട്ട് തോന്നുമെങ്കിലും ഇതൊരു തമാശയല്ല, അതിഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അതെങ്ങനെ വരുമെന്നും എന്താ നമ്മുടെ നാട്ടിൽ കാണാത്തതെന്നും അറിയണ്ടേ? യൂട്രസിനകത്തല്ലാതെ വേറെ എവിടെ ഗർഭം കാണപ്പെട്ടാലും അതിന് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. ഏറ്റവും കോമൺ ട്യൂബിലാണ്. ട്യൂബൽ പ്രഗ്നൻസി എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ട്യൂബിൽ വെച്ച് ഫെർട്ടിലൈസ് ആവുന്ന അണ്ടം ഭ്രൂണായിട്ട് മാറിയിട്ട് അത് നീങ്ങി യൂട്രസിനകത്ത് പോയി വളരുകയാണ് ചെയ്യാറ്. എന്നാൽ അത് നീങ്ങാതെ നിന്നാൽ ട്യൂബൽ പ്രഗ്നൻസി ആവും. ഇനി അത് എതിർവശത്തേക്ക് നീങ്ങി ട്യൂബിന്റെ അറ്റത്തൂടെ താഴെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലേക്ക് വീഴാം, എന്നിട്ട് നശിച്ചു പോവാം. അപ്പൊ കുഴപ്പമില്ല. എന്നാൽ നശിക്കാതെ എവിടെയെങ്കിലും ബ്ലഡ് സപ്ലൈ ഉള്ളിടത്ത് പറ്റിപ്പിടിച്ച് അവിടെ വളരാം. മറുപിള്ളയൊക്കെ അവിടുത്തെ രക്തക്കുഴലിനകത്തേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് അങ്ങനെയാണ് ഓവറിയൻ പ്രഗ്നൻസീസും അബ്ഡോമിനകത്തെ ഹെപ്പാറ്റിക് സ്പ്ലിനിക് പ്രഗ്നൻസീസും ഒക്കെ വളരാറ്. ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുന്ന പ്രഗ്നൻസി അല്ല ഇത്. ഇതിന്റെ പ്രശ്നങ്ങൾ ഭീകരാണ്. ഒന്ന്, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ. നല്ല സസ്പീഷൻ വേണം, ആരും പ്രതീക്ഷിക്കില്ലല്ലോ. രണ്ട്, ഈ അവയവങ്ങളൊന്നും ഗർഭപാത്രം പോലെ വലുതാവുന്നതല്ല. സോ പ്രഗ്നൻസി ഗ്രോ ചെയ്യുമ്പോൾ ഈ ഓർഗൻസ് റപ്ചർ ആയിട്ട് ഹെവി ഇന്റർണൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ട് അമ്മ മരണപ്പെടാം. മൂന്ന്, നോർമൽ പ്രഗ്നൻസിയെ പോലെ ഗർഭപാത്രം ചുരുങ്ങി മറുപിള്ളയെ പുറന്തള്ളി ബ്ലീഡിംഗ് നിർത്തുന്ന കാര്യം ഇവിടെ ഇല്ല. അത്രയും ബ്ലഡ് സപ്ലൈയിലേക്ക് ആഴ്ന്നിറങ്ങിയ മറുപിള്ള റിമൂവ് ചെയ്യുന്നത് പോലും ഹെവി ബ്ലീഡിംഗ് ഉണ്ടാക്കും. സോ ലിവറിന്റെ ഒക്കെ ആ ഭാഗം മുറിച്ചു മാറ്റുക എന്ന് മാത്രമേ ഇവിടെ പോകാൻ വഴിയുള്ളൂ. ഇവിടെ പ്രഗ്നൻസിയോ കുഞ്ഞിനെയോ നോക്കില്ല, അമ്മയെ രക്ഷിക്കുന്നത് തന്നെ ഹെവി ടാസ്ക് ആയിരിക്കും. ഇനി ഇത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കാണാത്തതെന്ന്. ഇവിടെ പ്രഗ്നൻസി പോസിറ്റീവായിട്ട് ഒരാൾ ഹോസ്പിറ്റലിൽ വന്നാൽ ആദ്യം തന്നെ അത് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യും. സ്കാനിൽ അത് യൂട്രസിലും ട്യൂബിലും ഒന്നും കാണുന്നില്ല, പക്ഷെ ബ്ലഡിൽ പ്രഗ്നൻസി വളരുന്നുണ്ടെന്ന് മനസ്സിലായാൽ അത് PUL, പ്രഗ്നൻസി ഓഫ് അൺനോൺ ലൊക്കേഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അത് അലിയിച്ച് കളയാനായിട്ട് ഇഞ്ചക്ഷനും എടുക്കും. സോ തനിക്ക് പീരീഡ് ഇല്ലെന്നോ താൻ പ്രഗ്നന്റ് ആണെന്നോ അത് എവിടെയാണെന്നോ ഒന്നും സ്കാൻ പോലും ചെയ്ത് നോക്കാത്ത ഇടങ്ങളിൽ മാത്രമേ ഇത്തരം പ്രഗ്നൻസീസ് വളരൂ. നമ്മളൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അല്ല, ആയിരുന്നു. ഇപ്പൊ ഇനി ഹോസ്പിറ്റൽ പ്രസവവും സ്കാനും ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് നടക്കുന്നവർ ഇവിടെയുണ്ട്. അപ്പോ ഇതൊക്കെ ഇനി കേരളത്തിലും വരുന്ന കാലം വിദൂരമല്ല.